ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഷഹറൂബ ഷമീർ. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് വളരെ വ്യത്യസ്തമായ ഒരു ഡ്രിങ്കുമായിട്ടാണ്. ചെറുപഴം ഉപയോഗിച്ച് ഒരു അടിപൊളി ഡ്രിങ്ക്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടത് ചെറുപഴമാണ്. പിന്നെ ഞാനിവിടെ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ ബ്ലാക്ക് കസ്കസ, പോപ്പി സീഡ്സും എടുത്തിട്ടുണ്ട്. പിന്നെ പാലും വേണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവ് ഞാൻ ചേർക്കുമ്പോൾ പറയാം. അപ്പോൾ ആദ്യം തന്നെ 1 ടേബിൾ സ്പൂൺ കസ്കസ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് സോക്കായി വരണം. അപ്പോൾ ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. ആ സമയം കൊണ്ടൊക്കെ ഇത് നന്നായി കുതിർന്ന് കിട്ടും. അപ്പം നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് മറ്റുള്ള പ്രിപ്പറേഷൻസ് ചെയ്യാം. അപ്പോൾ അതിനു വേണ്ടി 8 ചെറുപഴമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് ചെറിയ പീസായി കട്ട് ചെയ്ത് നമുക്കൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ പീസായി കട്ട് ചെയ്ത് ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇത് ചേർത്ത് കൊടുക്കണം ഇതിലേക്ക്. ഇനി 1 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ പഴം ഈ സ്പൂണ് വെച്ച് തവി വെച്ച് നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ പഴം നല്ലവണ്ണം ഉടഞ്ഞും കിട്ടും, ഷുഗറൊക്കെ മെൽറ്റായി വരും. അപ്പോൾ ഞാൻ പഞ്ചസാരയും ചേർത്ത് പൊടിച്ചതാണ് ഏലക്കാപ്പൊടി, അതുകൊണ്ടാണ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തത്. വെറും ഏലക്കാപ്പൊടി ആണെങ്കിൽ 1 ടീസ്പൂൺ മാത്രമൊക്കെ ചേർത്താൽ മതി. അപ്പോൾ ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇതിപ്പോൾ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. പാല് കാച്ചിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. നല്ല തണുപ്പുണ്ടായിരിക്കണം, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമ്മുടെ ഡ്രിങ്കിന്. അപ്പോൾ ഇനി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഈ ചൂടത്ത് നമ്മുടെ ശരീരമൊക്കെ ഒന്ന് തണുപ്പിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണിത്. പാലും ചെറുപഴവും ഒക്കെ ചേർത്തുള്ള നല്ലൊരു ഡ്രിങ്ക്. അപ്പോൾ ഈ നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള കസ്കസ് ഇവിടെ കുതിർന്ന് വന്നിട്ടുണ്ട്. നല്ല വലിയതായി വീർത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ നമുക്കിനി ഇത് നമ്മുടെ പഴവും പാലും മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള കസ്കസ ചേർത്ത് കൊടുക്കാം. ഈ കസ്കസയും പാലും പഴമൊക്കെ നല്ല ഹെൽത്തി ആണല്ലോ. അപ്പോൾ നമ്മുടെ ശരീരത്തിന് നല്ല ഒരു ഗുണമുള്ളൊരു ഡ്രിങ്ക്സ് തന്നെയാണിത്. ടേസ്റ്റുമാണ്, അതേസമയം ഹെൽത്തിയുമാണ്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് മിഠായി മേറ്റ് ചേർത്ത് കൊടുക്കണം, അമൂലിൻ്റെ. അപ്പോൾ ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നിർബന്ധമൊന്നുമില്ല. കണ്ടൻസ്ഡ് മിൽക്കിന് പകരം നമ്മൾ നേരത്തെ പഞ്ചസാര ചേർത്ത് കൊടുത്തല്ലോ, ആ സമയത്ത് ഒരു 8 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്താൽ മതി. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ ഇത് ചേർത്ത് കൊടുത്താൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും, അതുകൊണ്ടാണ് ഞാനിപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ കണ്ടൻസ്ഡ് മിൽക്കും നമ്മുടെ ഡ്രിങ്ക്സും നന്നായി ഒന്ന് യോജിച്ച് വരണം. ഇപ്പം നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് പകർത്താം. ഇതൊരു 3 ഗ്ലാസ് സെർവ് ചെയ്യാനൊക്കെ പാകത്തിനാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ അളവ്. അപ്പോൾ ഈസിയും ടേസ്റ്റിയായ ഡ്രിങ്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എല്ലാവർക്കും അറിയാവുന്നൊരു ഡ്രിങ്ക് തന്നെയാണ് ഇത്. ഇതിലിപ്പോൾ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മളിതിൽ കസ്കസ് ആഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പാലും പഴവും പഞ്ചസാരയൊക്കെ ചേർത്ത് എല്ലാവരും ഡ്രിങ്ക്സ് ഉണ്ടാക്കുന്നതാണ് സാധാരണ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യണേ. അതോടൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.